നമസ്കാരം. 10th പ്രിലിംസ് 20 ഡേയ്സ് ചാലഞ്ചിൻ്റെ 5ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളായി റിലേറ്റ് ചെയ്തിട്ടുള്ള 1857 വിപ്ലവം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ആദ്യകാല സംഘടനകൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ തന്നെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ഗാന്ധിയൻ ഇറ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നെക്സ്റ്റ് ഡേ 6 നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ് അല്ലേ? അതെ, ഓപ്ഷൻ ബി, മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. നിങ്ങളിതൊരു ഒരു എക്സാം എന്ന രീതിയിൽ ഈ 50 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ. ഓപ്ഷൻ ബി, മംഗൾ പാണ്ഡെയാണ്. 1857 മാർച്ച് 29 ബംഗാളിലെ ബരക്പൂർ സൈനിക ക്യാമ്പിൽ വെച്ച് കൊഴുപ്പ് പുരട്ടിയ പുതിയ തോക്കുകൾ ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വെടിവെക്കുകയും ചെയ്തതാണിത് മംഗൾ പാണ്ഡെ. അങ്ങനെ ഏപ്രിൽ 8 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റിയത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ രക്തസാക്ഷിത്വം. നാനാ സാഹിബ് നമുക്കറിയാം, കാൺപൂരിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവാണ്. താന്തിയ തോപ്പി എന്ന് പറയുമ്പോഴോ അത് വിപ്ലവത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുന്നതാണ് ഈ താന്തിയ തോപ്പി. ദെൻ റാണി ലക്ഷ്മിബായി യുദ്ധകളത്തിൽ വെച്ച് 1858 ജൂണിലാണ് വീരമൃത്യു വരിച്ചത്. നാനാ സാഹിബ് കൊല്ലപ്പെടുകയല്ല, അവിടെ അദ്ദേഹത്തെ നേപ്പാളിലേക്ക് നേപ്പാളിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. 34ാം നേറ്റീവ് ഇൻഫൻട്രി അല്ലേ, അതാണ് നമ്മുടെ മംഗൾ പാണ്ഡെ. ബരക്പൂരിലുണ്ടായിരുന്ന സൈനികനായിരുന്നു 34ാം നേറ്റീവ് ഇൻഫൻട്രിയിൽ. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1857 വിപ്ലവം ഔപചാരികമായി ആരംഭിച്ചത് മീററ്റിൽ നിന്നാണ്. വിപ്ലവകാരികൾ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്, ഏതാണ് തെറ്റായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? 2ഉം ശരിയാണ്. 1857 മെയ് 10 മീററ്റിൽ ഈ വിപ്ലവത്തിന് തുടക്കമിട്ടത്. അത് ശരിയാണ്. അതുമാത്രമല്ല, അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ വിപ്ലവത്തിൻ്റെ തലവനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ് സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ് അത് ആരാണ് സ്ഥാപിച്ചത്? MG റാനഡെ അല്ലെ. ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ് സ്ഥാപിച്ചത് MG റാനഡെ, മഹാദേവ് ഗോവിന്ദ റാനഡെയും രഘുനാഥ റാവുവും ചേർന്നാണ് ഇതിൽ ജ്യോതിറാവ് ഫുലെ ഏതാണ്? സത്യശോധക് സമാജത്തിൻ്റെ, ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം അല്ലെ, ദയാനന്ദ സരസ്വതി ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനാണ്. അടുത്തത്, ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? രാജാറാം മോഹൻ റോയ് 1828 ഇത് സ്ഥാപിച്ചു. വിഗ്രഹാരാധനയും ബഹുദൈവ ആരാധനയും ഇത് ശക്തമായി എതിർത്തു. ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? 2ഉം ശരിയാണ്. 1ാമത്തെയും ശരിയാണ്, 2ാമത്തെയും ശരിയാണ്. ദെൻ ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്ന വർഷം 1905 ഒക്ടോബർ 16 കഴ്സൺ പ്രഭുവാണ് പ്രഖ്യാപിച്ചത്. നമ്മൾ ഇന്ന് ഈ പഠിക്കുന്ന MCQൽ പ്രധാനപ്പെട്ട് നമ്മൾ SCERT ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ MCQം കംപ്ലീറ്റ് ചെയ്തു. അത് കറക്റ്റായിട്ട് പഠിച്ചവർക്ക് ഈ ഒരു സെക്ഷൻ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക എക്സാമിന് മുമ്പ്. ഓക്കെ, അപ്പോൾ കഴ്സൺ പ്രഭുവാണ് 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് അല്ലേ. ഇനി ലക്നൌവിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലാണ് അല്ലേ. ലക്നൗ അവധ് അതിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ദെൻ ബഹദൂർ ഖാൻ അതെവിടെയായിരുന്നു? അത് ബറേലിയിൽ വിപ്ലവ നേതാവായിരുന്നു. കൻവർ സിംഗ് എവിടെയായിരുന്നു? ബീഹാറിലെ അല്ലേ. അതെ. അടുത്തത്, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, ശരിയായതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയും ലയിച്ചാണ് ഇത് രൂപീകരിച്ചത്. രാധാകാന്ത് ദേവ് ആയിരുന്നു ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനയും ശരിയാണ്.
1851 ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയും പരസ്പരം ലേ ചെയ്തുണ്ടായത് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകൃതമായത്. പ്രഥമ പ്രസിഡന്റ് രാധാകാന്ത് ദേവ് ആയിരുന്നു. ആദ്യ സെക്രട്ടറിയായി പ്രയത്നിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറുമായിരുന്നു. ദെൻ സത്യശോധക് സമാജം ആരുടേതാണ്? ജ്യോതിറാവ് ഫുലേയുടെ അല്ലേ? ജ്യോതിറാവ് ഫുലേയുടേതാണ് സത്യശോധക് സമാജ്. ഒമ്പതാമത്തേത് ദയാനന്ദ സരസ്വതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന ആഹ്വാനമായിരുന്നു. സത്യാർത്ഥ പ്രകാശ് എന്ന ഗ്രന്ഥം അദ്ദേഹം ഹിന്ദി ഭാഷയിലാണ് രചിച്ചത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ആ 2 പ്രസ്താവനകളും ശരിയാണ്. മൂൽ ശങ്കർ അല്ലേ? ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ്? മൂൽ ശങ്കർ. അത് ഓർത്തിരിക്കുക. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചത് ആര്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചത് 1866 ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓപ്ഷൻ ബി ദാദാഭായ് നവറോജിയാണ് അല്ലേ? അതെ. ഇനി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇതെല്ലാം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, മാറിപ്പോരുത്. അടുത്തത് 1857 വിപ്ലവത്തിൻ്റെ പരാജയ കാരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവന. ഇതൊക്കെ അതേപോലെ SCERT ക്വസ്റ്റ്യൻ ആണേ. നോക്കിയേ, വിപ്ലവം ഇന്ത്യയിലുടനീളം വ്യാപിച്ചില്ല. ദക്ഷിണേന്ത്യയിലും പഞ്ചാബിലും മാറി നിന്നു. ആധുനിക ആയുധങ്ങളും കേന്ദ്രീകൃതമായ ഒരു നേതൃത്വത്തിൻ്റെ അഭാവവും ഇതിന് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ആ 2 ഓപ്ഷനും ശരിയാണല്ലേ? 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓപ്ഷനല്ല, 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കാരണം പ്രധാനമായും എന്താണ്, ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലൊക്കെ മാത്രമായിട്ട് ഇത് ഒതുങ്ങി നിന്നു. ദക്ഷിണേന്ത്യയിലേക്കോ പഞ്ചാബിലേക്കോ ഒന്നും അത് ചെന്നില്ല. അത് മാത്രമല്ല, അവരുടെ കയ്യിൽ, ഈ വിപ്ലവകാരികളുടെ കയ്യിൽ ആയുധങ്ങൾ, അത്യാധുനിക ആയുധങ്ങളോ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതൊക്കെയാണ് ഇതൊരു എന്താവാൻ കാരണം? പരാജയം ആവാൻ കാരണം അല്ലേ? പരാജയത്തിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സതി നിരോധനത്തിനായി ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച പ്രമുഖ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയിയാണ്. 1829 ഇതിൻ്റെ ഫലമായിട്ടാണ് വില്യം ബെന്റിക് പ്രഭു സതി നിരോധന നിയമം അല്ലേ പാസാക്കിയത്. ഇനി പ്രാർത്ഥനാ സമാജത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ. 1867 ബോംബെയിലാണ് ഇത് സ്ഥാപിതമായത്. ആത്മാറാം പാണ്ഡുരംഗാണ് ഇതിൻ്റെ പ്രധാന സ്ഥാപകൻ. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ശരിയാണോ തെറ്റാണോ? ഏതാണ് പ്രാർത്ഥനാ സമാജം? 2ഉം ശരിയാണ്. ഒന്നാമത്തെ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? അതെ. അതായത് 1867 മാർച്ചിൽ ബോംബെയിലാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ആത്മാറാം പാണ്ഡുരംഗാണ് ഇതിൻ്റെ സ്ഥാപകൻ. 14ാമത്തെ ചോദ്യം. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട സ്ഥാപിച്ചവർ ആരെല്ലാം? ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട സ്ഥാപിച്ചത് ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസുമാണ്. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസുമാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട സ്ഥാപിച്ചത്. 1876 ജൂലൈയിലാണ് കേട്ടോ. ഓർത്തിരിക്കുക. കുറച്ചും കൂടി റിലേറ്റഡ് ഫാക്റ്റ് പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. റിലേറ്റഡ് ഫാക്റ്റ് എന്നൊന്ന് പറഞ്ഞാൽ മതി. അടുത്തുള്ള സെക്ഷൻ മുതൽ റിലേറ്റഡ് ഫാക്റ്റ് കുറച്ചും കൂടി പറഞ്ഞുതരാം. ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇന്ത്യൻ ജഡ്ജിമാർക്ക് യൂറോപ്യന്മാരെ വിചാരണ ചെയ്യാൻ അധികാരം നൽകുന്നതായിരുന്നു ഈ ബിൽ. റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് ഈ വിവാദം നടന്നത്. ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് ഓപ്ഷനാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത്? 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് അല്ലേ? 1, 2 എന്നിവ ശരിയാണ്. അതുവരെ എന്തായിരുന്നു? ഇന്ത്യൻ ജഡ്ജിമാർക്ക് യൂറോപ്യൻ പ്രതികളെ വിചാരണ ചെയ്യാൻ അധികാരമില്ലായിരുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് ഇൽബർട്ട് ബില്ല്. അപ്പോൾ ഉദാരമതിയായ നമ്മുടെ വൈസ്രോയി റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് യൂറോപ്യന്മാർ ഇതിനെതിരെ എന്ത് ചെയ്തത്? സംഘടിതമായി സമരം നയിച്ചത്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ അല്ലേ? VD സവർക്കർ അല്ലേ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. വിനായക് ദാമോദർ സവർക്കർ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന പ്രശസ്തമായ പുസ്തകത്തിലൂടെയാണ് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്.
താഴെ പറയുന്ന സംഘടനകളെ അവ രൂപം കൊണ്ട വർഷം അനുസരിച്ച് ക്രമീകരിക്കുക. ഓക്കെ, ബ്രഹ്മസമാജം എന്താണ്? ബ്രഹ്മസമാജം 1828, ആര്യസമാജം 1875, രാമകൃഷ്ണ മിഷൻ 1897. അപ്പം എങ്ങനെ നമുക്ക് ക്രമീകരിക്കാം? ഓപ്ഷൻ എ 1, 2, 3 ആണല്ലോ. അതെ, ബ്രഹ്മസമാജം ബംഗാളിലും ആര്യസമാജം ബോംബെയിലും രാമകൃഷ്ണ മിഷൻ കൽക്കട്ടയിലെ ബേലൂരിലുമാണ് ആരംഭിച്ചത് കേട്ടോ. ഗുലാംഗിരി എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആരാണ്? ഗുലാംഗിരി ആരുടേതാണ്? ജ്യോതിറാവു ഫുലെയുടേതാണ് കേട്ടോ ഗുലാംഗിരി. ഇതിൽ ജ്യോതിബ ഫുലെ എന്നാണ് കേട്ടോ എല്ലാത്തിലും, അതൊന്ന് ശ്രദ്ധിക്കണേ. ജ്യോതിറാവു ഫുലെയാണ്. 19ാമത്തെ ചോദ്യം, പൂന സാർവജനിക് സഭയെ സംബന്ധിച്ച പ്രസ്താവനകൾ. ഓക്കെ, 1870 ഇത് സ്ഥാപിതമായത്. MG റാനഡെ ഇതിൻ്റെ പ്രധാന സംഘാടകനായിരുന്നു. ഏത് സ്റ്റേറ്റ്മെൻറ്റ്, ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്? 1, 2 എന്നിവ ശരിയാണല്ലേ. 1870 ഏപ്രിൽ 2 1870 ഏപ്രിൽ 2 പൂന സാർവജനിക് സഭ നിലവിൽ വന്നത്. അത് സ്ഥാപിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകൻ ആരായിരുന്നു? MG റാനഡെ ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഹൗസ് ഓഫ് കോമൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി 1892 ബ്രിട്ടനിലെ ലിബറൽ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ചാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായത്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ്. 1857 വിപ്ലവ നേതാക്കളും അവർ നയിച്ച സ്ഥലങ്ങളും പരിശോധിക്കുക. നോക്കി, നാനാ സാഹിബ് കാൺപൂർ, റാണി ലക്ഷ്മിബായി ഝാൻസി, കൻവർ സിംഗ് ബീഹാർ. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണല്ലേ. 1, 2, 3 ശരിയാണ്. നാനാ സാഹിബ് കാൺപൂർ, റാണി ലക്ഷ്മിബായി ഝാൻസിയിലും കൻവർ സിംഗ് ബീഹാറിലുമാണ്. ബീഹാറിലെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കൻവർ സിംഗ് ആണല്ലേ. 80 വയസ്സുകാരനായിരുന്നു അദ്ദേഹം അന്ന്. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം 1897. തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ നാമത്തിലാണ് 1897 മെയ് 1 കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ബേലൂരിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ എന്നാണ് നമ്മൾ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനം എന്നാണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, മറക്കാതെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. എന്നാണ് ദേശീയ യുവജന ദിനം? അടുത്ത ചോദ്യം, മദിരാശി മഹാജനസഭയെക്കുറിച്ച് ഉള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. എം വീരരാഘവ ആചാരി, പി അനന്തു ചാർലോ എന്നിവരായിരുന്നു ഇതിൻ്റെ സ്ഥാപകർ. ദക്ഷിണേന്ത്യയിലെ ആദ്യകാലത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നു ഇത്. ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്? ഏതാണ് വരുന്നത്? 1, 2 ശരിയാണ് അല്ലേ. 1, 2 ശരിയാണ്. അതായത് 1884 മെയ് മാസത്തിൽ എം വീരരാഘവാചാരി, പി അനന്തു ചാർലു, ജി സുബ്രഹ്മണ്യ അയ്യർ എന്നിവർ ചേർന്നാണ് മദിരാശി മഹാജനസഭ രൂപീകരിച്ചത്. ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ ബോധവൽക്കരണത്തിന് അടിത്തറയിട്ട ഒരു പ്രധാന സംഘടനയുമായിരുന്നു ഇത്. ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? പി രംഗയ്യ നായിഡു ആയിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെ അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം 1885 ഡിസംബർ 28 മുതൽ 31 വരെ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃതം കോളേജിൽ വെച്ചാണ് നടന്നത് അല്ലേ. രണ്ടാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? അത് കൽക്കട്ടയിലാണ് അല്ലേ, കൽക്കട്ടയിൽ. മൂന്നാമത്തേതോ മദ്രാസിലാണ്, ഓർത്തിരിക്കുക. റാണി ലക്ഷ്മിബായിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നോക്കി. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം മൂലമാണ് അവർ വിപ്ലവത്തിൽ പങ്കെടുത്തത്. വിപ്ലവത്തിനിടയിൽ സർ ഹ്യൂ ക്രോസിൻ്റെ സൈന്യത്തോടുള്ള യുദ്ധത്തിലാണ് അവർ കൊല്ലപ്പെട്ടത്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്? 1, 2 ശരിയാണ് അല്ലേ. ഡൽഹൌസി പ്രഭുവിൻ്റെ ആയിരുന്നു ഇത് ദത്തവകാശ നിരോധന നിയമം. അതുവഴി ഝാൻസി പിടിച്ചെടുത്തതിനെതിരെയാണ് റാണി ലക്ഷ്മിബായ് വിപ്ലവത്തിനിറങ്ങിയത്. അങ്ങനെ 1858 ജൂണിൽ സർ ഹ്യൂ ക്രോസിൻ്റെ ബ്രിട്ടീഷ് സൈന്യത്തോടുള്ള ധീരമായ പോരാട്ടത്തിലാണ് അവർ വീരമൃത്യു വരിച്ചത്.
ഈ റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? മണികർണിക, അല്ലേ? മണികർണിക എന്നായിരുന്നു. ഗീതാരഹസ്യം എന്ന ഗ്രന്ഥം ജയിൽവാസത്തിനിടയിൽ രചിച്ചത് ആരാണ്? ഗീതാരഹസ്യം ആരാണ്? തിലകനാണ്, അല്ലേ? ബാലഗംഗാധര തിലകനാണ്. ബ്രിട്ടീഷ് വിരുദ്ധ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മ്യാൻമാറിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴാണ് തിലകൻ ജയിൽവാസത്തിനിടയിൽ മറാഠി ഭാഷയിലാണ് കേട്ടോ ഇത് രചിച്ചത്, ഗീതാരഹസ്യം. ഓക്കെ. ദെൻ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ഗ്രന്ഥം ഏതാ? രാജയോഗ, അത് സ്വാമി വിവേകാനന്ദൻ്റെ. പിന്നെ നമ്മുടെ അൺഹാപ്പി ഇന്ത്യ, അതാരുടെയാ? ലാലാ ലജ്പത് റായുടേതാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ A.O. ഹ്യൂമാണ് ഇതിന് മുൻകൈയെടുത്തത്. ഡഫറിൻ പ്രഭുവിൻ്റെ കാലത്താണ് കോൺഗ്രസ് രൂപീകൃതമായത്. ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഒന്നും രണ്ടും ശരിയാണ്, അല്ലേ? A.O. ഹ്യൂമാണ് ഇത് രൂപീകൃതമാക്കിയത്, സ്ഥാപിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു ആ സമയത്ത്? ഡഫറിൻ പ്രഭു ആയിരുന്നു. ഡഫറിൻ പ്രഭുവാണ് കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പരിഹസിച്ചത് കേട്ടോ. അടുത്ത ചോദ്യം, 1857 വിപ്ലവ നേതാവായ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? ഏതാണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്, അല്ലേ? രാമചന്ദ്ര പാണ്ഡുരംഗാണ്. ഗറില്ല യുദ്ധ വിദഗ്ധനായിരുന്നു താന്തിയ തോപ്പി. യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു. ഈ ധോണ്ടു പന്ത് ആരാണ്? നാനാ സാഹിബ്, അല്ലേ? നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേരാണ് ധോണ്ടു പന്ത്. ദെൻ നരേന്ദ്രനാഥ ദത്ത ആരാണ്? സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേരാണ് നരേന്ദ്രനാഥ ദത്ത. മൂൽ ശങ്കർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്. അടുത്ത ചോദ്യം, തിയോസഫിക്കൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. മേഡം ബ്ലാവസ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്ന് ന്യൂയോർക്കിലാണ് ഇത് സ്ഥാപിച്ചത്. 1882 ഇതിൻ്റെ അന്താരാഷ്ട്ര ആസ്ഥാനം മദ്രാസിലെ അടയാറിലേക്ക് മാറ്റി. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? രണ്ട് പ്രസ്താവനയും ശരിയാണ്. അതായത് 1875 ന്യൂയോർക്കിൽ മാഡം ബ്ലാവസ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്ന് സ്ഥാപിച്ചതാണ് തിയോസഫിക്കൽ സൊസൈറ്റി, അല്ലേ? അതിൽ അന്താരാഷ്ട്ര ആസ്ഥാനം 1882 എന്ത് ചെയ്തു? മദ്രാസിലെ അടയാറിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇതിൽ നമ്മുടെ ആനി ബെസൻ്റ് ഈ സഭയിൽ ചേർന്നോടെയാണ് ഇന്ത്യയിൽ ഇത് വലിയ ജനപ്രീതി നേടിയത്. അടുത്തത്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി, അല്ലേ? ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഡ്രെയിൻ തിയറിക്ക് മുന്നേ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ചയെ പറ്റി പറഞ്ഞത് ആരാണ്? അത് നമ്മൾ ഷോർട്സ് ആയി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക കേട്ടോ, ആരാണ് എന്നുള്ളത്. ഓക്കെ. ഇനി 1857 വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഡൽഹിയിലെ വിപ്ലവം പ്രധാനമായി അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആയിരുന്നു. ഝാൻസിയിലെ വിപ്ലവം അടിച്ചമർത്തിയത് സർ ഹ്യൂ ഗ്രോസ് ആയിരുന്നു. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ശരി, ഏത് പ്രസ്താവനയാണ്? 31 C ആണ്. ഒന്നും രണ്ടും ശരിയാണ്, അല്ലേ? ഡൽഹിയിൽ ജോൺ നിക്കോൾസണും ഝാൻസി കോട്ട പിടിച്ചെടുത്തത് ആരാണ്? സർ ഹ്യൂ ഗ്രോസ് ആയിരുന്നു. സ്വാമി വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ പേര് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു. ആരാണ്? ജന്മനാമം എന്തായിരുന്നു? നരേന്ദ്രനാഥ ദത്ത എന്നാണ്. നരേന്ദ്രനാഥ ദത്ത. വിവേകാനന്ദൻ്റെ ഗുരുവാണ് ആര്? രാമകൃഷ്ണൻ. രാമകൃഷ്ണ പരമഹംസയുടെ യഥാർത്ഥ പേരെന്താണ്? ചതോപാധ്യായ, ഗദാധര ചതോപാധ്യായ. മൂൽശങ്കർ ആരാണ്? ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനയായി ഇതിനെ കണക്കാക്കാം. ദെൻ 1838 കൽക്കട്ടയിലാണ് ദ്വാരകാനാഥ് ടാഗോറിൻ്റെ നേതൃത്വത്തിൽ ഇത് സ്ഥാപിതമായത്. എന്തിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്? ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? രണ്ട് പ്രസ്താവനയും ശരിയാണ്. 1838 ദ്വാരകാനാഥ് ടാഗോറിൻ്റെ നേതൃത്വത്തിൽ കൽക്കട്ടയിലാണ് ഇത് സ്ഥാപിതമായത്. സെമിനാരി അസോസിയേഷൻ. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് ഭൂവുടമകളുടെ, സെമിന്ദാർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അതിനു വേണ്ടിയിട്ടായിരുന്നു ഇത് പ്രധാനമായിട്ടും രൂപീകരിച്ചത്. അടുത്ത ചോദ്യം,
രാജാറാം മോഹൻ റോയ് അനാചാരങ്ങൾക്കെതിരെ ആശയ പ്രചാരണം നടത്താൻ ആരംഭിച്ച ബംഗാളി പത്രം ഏതാണ്? ബംഗാളി പത്രം ഏതാ? അത് സംവാദ് കൗമുദി അല്ലെ. 1821 ഈ ഒരു പത്രം ആരംഭിച്ച സംവാദ് കൗമുദി. ഇതിലൂടെയാണ് അദ്ദേഹം സതി അങ്ങനെയൊക്കെയുള്ള അനാചാരങ്ങൾക്കെതിരെ കടുത്ത ആശയ പ്രചാരണമൊക്കെ നടത്തിയത്. ഈ പേർഷ്യൻ ഭാഷയിൽ ഈ രാജാറാം മോഹൻ റോയ് രചിച്ചതാണിത് മിറാത്തുൽ അക്ബർ കേട്ടോ, മിറാത്തുൽ അക്ബർ. കേസരി ആരുടേതാണ്? കേസരി അത് ബാലഗംഗാധര തിലകൻ്റേതാണ്. നവജീവൻ ഇൻ ഇന്ത്യ അതാരുടേതാണ്? അത് മഹാത്മാഗാന്ധിയുടേതാണ്. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത ചോദ്യം, ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ സംബന്ധിച്ച പ്രസ്താവനകൾ. അദ്ദേഹം വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നതിനായി കഠിനമായി ശ്രമിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിനായി ബത്തൂൺ സ്കൂൾ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ കഠിന ശ്രമത്താലാണ് 1856 വിധവാ പുനർവിവാഹ നിയമം അഥവാ വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കപ്പെട്ടത്. അദ്ദേഹം കൽക്കട്ടയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനായിട്ട് ബത്തൂൺ സ്കൂൾ സ്ഥാപിക്കാനും മുൻകൈ എടുത്തു. ഓക്കെ, അതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയുമായിരുന്നു. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തെ ഒരു മുസ്ലിം ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ആരാണ്? ഒരു മുസ്ലിം ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ആരാണ്? ജെയിംസ് ഓട്ടർമാൻ കേട്ടോ. ആരായിട്ടായിരുന്നു? ടെയ്ലറായിട്ട് ചേർന്നിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയെ 1843 സംബന്ധിച്ച് ഏതൊക്കെയാണ് പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് നോക്കി. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി. ജോർജ് തോംസൺ ഇതിൻ്റെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് അധികാരികൾക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ. 1843 ജോർജ് തോംസണിൻ്റെ സഹായത്തോടെ കൽക്കട്ടയിൽ രൂപീകരിച്ചതാണ് ഈ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ അവസ്ഥകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് അധികാരികൾക്ക് നിവേദനം നൽകുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രാജാറാം മോഹൻ റോയ് 1815 കൽക്കട്ടയിൽ സ്ഥാപിച്ച ആദ്യ സംഘടന ഏതാണ്? 1815 രാജാറാം മോഹൻ റോയ് കൽക്കട്ടയിൽ സ്ഥാപിച്ച ആദ്യത്തെ ഏതാണ്? ആത്മീയ സഭയാണ് അല്ലേ. ആത്മീയ സഭ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് രൂപീകരിച്ചത്? ഏക ദൈവവിശ്വാസം പ്രചരിപ്പിക്കാനാണ്. 39ാമത്തെ ചോദ്യം, ആര്യ സമാജത്തിൻ്റെ ശുദ്ധി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ശുദ്ധി പ്രസ്ഥാനം മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഹിന്ദുക്കളെ തിരികെ കൊണ്ടുവരാനാണ് ഇത് ലക്ഷ്യമിട്ടത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണല്ലേ. അതായത് മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഹിന്ദുക്കളെ തിരികെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരാൻ ആര്യ സമാജം ആരംഭിച്ച ചടങ്ങിനെയാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. അതിന് തുടക്കം കുറിച്ചത് ആരാണ്? അതിൻ്റെ തന്നെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇത് പിൽക്കാലത്ത് ഇന്ത്യയിൽ മറ്റ് മതസ്ഥരുമായി വലിയ തോതിലുള്ള വർഗീയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. 40ാമത്തെ ചോദ്യം, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885 സ്ഥാപിച്ചവരിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ശ്രദ്ധിക്കുക, എന്താ ചോദിച്ചിട്ടുള്ളത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കി. ഫിറോസ് ഷാ മേത്ത, KT തിലാങ്, ബദറുദ്ദീൻ തിയാബ്ജി, സുരേന്ദ്രനാഥ് ബാനർജി. ആരാണ് ഉൾപ്പെടാത്തത്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അതിലുള്ളത് ഫിറോസ് ഷാ മേത്തയും തെലാങ്ങും ബദറുദ്ദീൻ തിയാബ്ജിയുമാണ്. ബോംബെ ത്രിമൂർത്തികൾ ചേർന്നിട്ടാണിത് സ്ഥാപിച്ചത്. അടുത്തത്
1857 വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായി അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് കിരീടം, അതായത് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണ്. പിന്നെ അതുമാത്രമല്ല, ഇതോടെയാണ് ഗവർണർ ജനറൽ എന്ന പദവിക്ക് പകരം എന്ത് വന്നത്? വൈസ്രോയി എന്ന പദവി നിലവിൽ വരികയും ചെയ്തത്. അടുത്ത ചോദ്യം, ഏത് പരിഷ്കർത്താവാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആധുനിക സാമൂഹിക മതപരിഷ്കാരങ്ങൾക്ക് അടിത്തറയിട്ടതിനാൽ നമ്മൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയിയാണ്, അല്ലേ? രാജാറാം മോഹൻ റോയിയാണ്. ഭാരതീയ ബ്രഹ്മ സമാജത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കേശവചന്ദ്ര സെന്നിൻ്റെ നേതൃത്വത്തിലാണ് ഇത് രൂപീകരിച്ചത്. ബ്രഹ്മസമാജത്തിലെ ആദ്യത്തെ പിളർപ്പിനെ തുടർന്നാണ് ഇത് നിലവിൽ വന്നത്. ഇതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഭാരതീയ ബ്രഹ്മസമാജം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ്. എന്താണ്? ബ്രഹ്മസമാജത്തിലെ ആദ്യ പിളർപ്പിന് ശേഷം, അതായത് 1866 കേശവ് ചന്ദ്ര സെന്നിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് ഈ ഭാരതീയ ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ കീഴിലുള്ളതാണ് ആദി ബ്രഹ്മസമാജം. ഓർമ്മിക്കുക. അടുത്തത്, കേശവചന്ദ്ര സെന്നിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രശസ്തമായ പത്രം ഏതാണ്? പത്രം ഇന്ത്യൻ മിറർ ആണ് കേട്ടോ. ഇന്ത്യൻ മിറർ. ഓക്കെ, ഇന്ത്യൻ മിറർ. ഈ തത്വബോധിനി പത്രിക ആരുടേതാണ്? അത് ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ. ഹരിജൻ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നൗറോജിയുടേതാണ്. ഇന്ത്യൻ മിറർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രതിദിന ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പത്ര നിയമങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. വെർണാക്കുലർ പ്രസ് ആക്ട് 1878 പ്രാദേശിക ഭാഷാ പത്രങ്ങളെ നിയന്ത്രിക്കാനായിരുന്നു. ലിട്ടൺ പ്രഭുവാണ് ഈ കരിനിയമം കൊണ്ടുവന്നത്. ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണല്ലേ. അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രിക ഒറ്റ രാത്രി കൊണ്ട് ഇംഗ്ലീഷ് പത്രമായി മാറിയതാണല്ലേ. ഈ നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നതാണ് അമൃത ബസാർ പത്രിക. തോർത്തിരിക്കുക കേട്ടോ. ദെൻ ലിട്ടൺ പ്രഭുവാണ് ഈ കരിനിയമം വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത്. ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. മുസ്ലിം സമുദായത്തിലെ ആധുനിക വൽക്കരണത്തിനായി അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് കേട്ടോ. ഓപ്ഷൻ എ, സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പാകിസ്ഥാൻ്റെ സ്ഥാപകനാണ് മുഹമ്മദ് അലി ജിന്ന, അല്ലേ? ദെൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? അഗാ ഖാൻ ആയിരുന്നു. അടുത്ത ചോദ്യം, തത്വബോധിനി സഭയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ദേവേന്ദ്രനാഥ് ടാഗോർ 1839 ഇത് സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണ്. 1839 ദേവേന്ദ്രനാഥ് ടാഗോർ രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ സ്ഥാപിച്ചതാണ് ഇത് തത്വബോധിനി സഭ. ഈ സഭ പിന്നീട് ബ്രഹ്മസമാജത്തിൽ ലയിക്കുകയാണ് ഉണ്ടായത്. 48ാമത് ചോദ്യത്തിലേക്ക് പോവാം. കമ്പനി ഭരണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം കാനിങ് പ്രഭു വായിച്ചത് എവിടെ വച്ചാണ്? 1858 നവംബർ 1 എവിടെയായിരുന്നു അത്? അലഹബാദ്, അല്ലേ? അലഹബാദിലെ മിൻഡോ പാർക്കിൽ വെച്ച് നടന്ന ദർബാറിലാണ് കാനിങ് പ്രഭു വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഔദ്യോഗികമായിട്ട് വായിച്ചത്. ഈ വിളംബരമാണ് ഇന്ത്യക്കാരുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ശാരദാ സദൻ എന്ന സംഘടനയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. പണ്ഡിത രമാബായി ആണ് ബോംബെയിൽ ഇത് സ്ഥാപിച്ചത്. വിധവകളുടെയും നിരാലംബരായ സ്ത്രീകളുടെയും ക്ഷേമവും വിദ്യാഭ്യാസവുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഏതൊക്കെ പ്രസ്താവനകളാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത്? 2 പ്രസ്താവനയും ശരിയാണല്ലേ. 1889 മാർച്ചിലാണ് പ്രശസ്ത വനിതാ പരിഷ്കർത്താവായ പണ്ഡിത രമാബായി ബോംബെയിൽ ഹിന്ദു ബാലവിധവകൾക്കായി ആരംഭിച്ച അഭയകേന്ദ്രവും വിദ്യാഭ്യാസ സ്ഥാപനവുമാണിത് ശാരദാ സദൻ. ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. 50ാമത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1886 2ാം സമ്മേളനം കൽക്കട്ടയിൽ വെച്ചാണ് നടന്നത്. ദാദാഭായ് നവറോജി ആയിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ.
ഏതാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനയും ശരിയാണല്ലേ. നമ്മൾ നേരത്തെ കണ്ടു, രണ്ടാമത്തെ സമ്മേളനം കൽക്കട്ടയിലായിരുന്നു 1886 ഡിസംബറിൽ കൽക്കട്ടയിൽ വെച്ചാണ് നടന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ് അല്ലേ. അപ്പം അങ്ങനെ 2 പ്രസ്താവനകളും ശരിയാണ്. 50 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ഡേയും ഇതായി റിലേറ്റ് ചെയ്ത് തന്നെ ഗാന്ധിയായിട്ട് റിലേറ്റ് ചെയ്തും കൂടി ആഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്